മറവി ഒരു വലിയ അനുഗ്രഹമാണെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തക്കാര്, ബന്ധുക്കാര്, മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയാൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും മാഞ്ഞു പോകുന്നില്ല. എന്നാൽ പോലും ഒരു ചെറിയൊരു മറവി ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ നമുക്ക് മറക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ മനുഷ്യ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി തീരുമായിരുന്നു. എന്നാൽ ഓർമ്മ ഇല്ലാതായി പോവുക എന്നുള്ളത് അതൊരു ഒരു ഒരു വലിയ പ്രശ്നവുമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക, അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുക, ഇതിലൊക്കെ ഒരുപാട് നന്മകളുണ്ട് താനും. ഈ ഇങ്ങനൊരു സംഗതി പറയാണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കനൽപഥങ്ങൾ കടന്ന് പച്ചത്തുരുത്തിലേക്ക് മച്ചിങ്ങലകത്ത് ബഷീർ ബിസ്മി കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസ്മി കൾച്ചറൽ സെന്റർ കൊണ്ടോട്ടി. ഈ ബിസ്മി കൾച്ചറൽ സെന്ററിന്റെ ചില സംഗതികളൊക്കെയാണ് ഇതിൽ മച്ചിങ്ങലകത്ത് ബഷീർ പറയുന്നത്. അതിൽ ഈ ബഷീറിന്റെ തന്നെ കുട്ടിക്കാലവും ഒക്കെ ഓർത്തെടുത്തുകൊണ്ട്, അദ്ദേഹം അന്ന് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് വന്ന് ഈ ബിസ്മി കൾച്ചർ സെന്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. ഒരു പാലിയേറ്റീവ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം, അവരുടെ ഒത്തിരി സംവിധാനങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയാണ്. ഇത് ഈ ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെ ഈ ബിസ്മിയുടെ ചരിത്രം അദ്ദേഹം പറയുക ചെയ്യുന്നത്. പല അധ്യായങ്ങളും വായിക്കുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടു പോവാണ്. നമ്മുടെ പരിസരത്തുള്ള, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന ചില സംഗതികൾ അറിയുമ്പോൾ, പ്രത്യേകിച്ച് രോഗം വന്നു കഴിഞ്ഞാൽ, ഈ കിഡ്നിയൊക്കെ തകരാറിലായ ആളുകൾക്ക്, നിരന്തരം ഡയാലിസിസ് ചെയ്യേണ്ട ആളുകളൊക്കെ, അവരൊക്കെ സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്നതോടൊപ്പം തന്നെ ഇനി സാമ്പത്തികമായിട്ട് ഉള്ളവർ തന്നെ, ഒരാളെ കുറിച്ച് ഒരു സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഡയാലിസിസിന് കൊണ്ടുപോകാൻ വാഹനമുണ്ട്, ഡ്രൈവറുണ്ട്, പണമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പറയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ രാത്രി ഉറങ്ങാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എൻ്റെ ഉറക്കം എനിക്കെങ്ങനെ, പണം കൊടുത്താൽ ഉറക്കം കിട്ടില്ലല്ലോ, ഒരുപാട് പൈസ കൊടുത്തുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഈ വേദനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ കുടിക്കുന്നത് പോലെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ കഴിയുക, അത് കഴിഞ്ഞ് നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുമ്പം ബാത്റൂമിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് മൂത്രമൊഴിക്കാൻ കഴിയുക, അതൊന്നും കഴിയാതെ വേദന അനുഭവിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ. അതുപോലെ വിധവകളായിട്ടുള്ള ആളുകൾ, ഭർത്താവ് മരണപ്പെട്ടവരാവാം, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഉള്ളവരാവാം, ഇങ്ങനെയൊക്കെയുള്ള വിധവകളുടെ പ്രശ്നങ്ങൾ. ഇനി ഒരു പക്ഷേ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, പക്ഷേ ദാരിദ്ര്യം കൊണ്ട്, കടം കൊണ്ട് മുടിഞ്ഞു പോയ മനുഷ്യന്മാർ. അങ്ങനെ നമ്മുടെ പരിസരത്ത് ജീവിക്കുന്ന, വേദന കടിച്ചമർത്തി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കിട്ടുകയാണ്. ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വർഗീയ ആനന്ദം, അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ് എന്ന് മനസ്സിലായി. നമ്മളിങ്ങനെ ആലോചിക്കും, എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, ഞാൻ ബുദ്ധിമുട്ടിലാണല്ലോ, പ്രശ്നത്തിലാണല്ലോ, പ്രയാസത്തിലാണോ ഒക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷേ ഇത്തരം ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. വളരെ യാദൃശ്ചികമായിട്ട് തന്നെ പറയാം ഈ ഒരു പുസ്തകം കയ്യിൽ വരുന്നത്. ഇത് ഇങ്ങനെ ആദ്യത്തെ ഒരു അധ്യായം വായിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മൾ അറിയാതെ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഓരോ അധ്യായങ്ങളും നമുക്ക് ഓരോരോ ജീവിതങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാണ്. നമ്മൾ കഥകൾ, നോവലുകളൊക്കെ വായിക്കുന്നത് ആ കഥയിലെ നോവലിലൊക്കെ ഉള്ള ഓരോ ജീവിതങ്ങൾ കിട്ടുമല്ലോ, അതുപോലെയുള്ള അനവധി ജീവിതങ്ങൾ. മാനസിക രോഗം വന്ന ആളുകൾ, മാനസിക രോഗികൾ, കുട്ടികളുണ്ടാവും. കുട്ടികൾക്ക് മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഒരു കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. മകന് വന്ന് ഉപ്പനെ മാരകമായിട്ട് അടിക്കുകയാണ്, മുഖത്ത് അടിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഉമ്മ വന്നിട്ട് മകനെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് ഉമ്മ മകനെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ പറയാണ്, വേണ്ട, അവനെ അടിക്കാൻ നമുക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ. ഒരു വീട്ടിൽ തന്നെ 4 or 5 മാനസിക രോഗികൾ, അവിടെ ഒരാൾ മാത്രം മാനസിക സ്വസ്ഥതയുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടാൽ നമുക്ക് എന്താ പറയാ, ഒരിത്തിരി കണ്ണീരോടുകൂടി അല്ലാണ്ട് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയില്ല നമുക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്, ഇത്തരം അനുഭവങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ട് എന്ന് ഉൾക്കൊള്ളാൻ ഇത്തരം പുസ്തകങ്ങൾ സഹായിക്കും. ഇത് കൊണ്ടോട്ടിയിലുള്ള ബിസ്മി ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ കണ്ടെത്തുകയും അവർക്ക് നമ്മളാൽ കഴിയുന്ന
അത് സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്ദർശനം കൊണ്ടാവാം, ഏത് അർത്ഥത്തിലായാലും നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, അതിൻ്റെ കൂടെ നമ്മളും ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ചില സംഗതികൾ പറയാൻ തോന്നിയത്.